എന്ത് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ആക്ഷേപം പറയുന്ന ഇയാള് നോമ്പിനെ സംബന്ധിച്ച് ഞാനൊരു ചെറിയ പുസ്തകം ഇറക്കിയിരുന്നു, നോമ്പിന്റെ വിധിവിലക്കുകൾ എന്ന് പറഞ്ഞിട്ട്. അതിൽ അത്താഴത്തെ കുറിച്ച് പറഞ്ഞിടത്ത് ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് അതിനെയും ഇയാൾ കളിയാക്കുന്നുണ്ട്. അതൊന്ന് കേട്ടോളൂ. നോമ്പിനെ സംബന്ധിച്ച് നമ്മളെ സക്കരിയ സലാഹി പറയുന്നു, സുബഹി ബാങ്ക് കൊടുത്താ പോരാ, സുബഹി ബാങ്കും കൊടുത്തിട്ട് അതിന്റെ ശേഷം ഇഖാമത്ത് കൊടുത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കാന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. പൊതുവേ നബിയുടെ അത്താഴത്തിന്റെ പതിവ് ഇപ്രകാരമായിരുന്നെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സുബഹി ബാങ്ക് വിളിക്കുമ്പോഴും ഇഖാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാൻ നബി അനുവദിച്ചിരുന്നു. കണ്ടോ? അത് പറയല്ലാതെ അതിനെപ്പറ്റി ഒരു കമന്റും പറയാൻ പേരോട്ടിന് സാധിച്ചില്ല. അങ്ങനെ ഹദീസ് ഉണ്ടോ ഇല്ലേ, ആ ഹദീസ് ദുർബലമാണോ, അത് പറയണ്ടേ ധൈര്യമുണ്ടെങ്കിൽ വരട്ടെ, കൊണ്ടുവരിങ്ങള് ഇരുമ്പുഴി കൊണ്ടുവരും, പേരോട് മുസ്യാരെ കൊണ്ടുവരും. എന്താണ് ആ ഹദീസിന് ദുർബലത? ഇദാ സമിഅ അഹദുകുമുൻ നിദാ വൽ ഇനാഉ അലാ യദിഹി ഫലാ യളഉഹു ഹത്താ യഖ്ലിയ ഹാജതഹു മിൻഹു. ഇമാം മുസ്ലിമിന്റെ ഷർത്തോട് കൂടിയുള്ള ഹദീസാണെന്ന് പറഞ്ഞ് ഹാക്കിം ഉദ്ധരിച്ചതാണ് കേട്ടോ. അതിലെന്താണുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ബാങ്ക് കേട്ടാൽ വൽ ഇനാഉ അലാ യദിഹി, അത്താഴം കഴിക്കുന്ന പാത്രം, ഭക്ഷണപാത്രം അവന്റെ കയ്യിലുള്ളപ്പോൾ ഫലാ യളഉഹു, അവനത് താഴെ വെക്കേണ്ടതില്ല, ഹത്താ യഖ്ലിയ ഹാജതഹു മിൻഹു, അവൻ ആവശ്യത്തിനുള്ള അതിൽ നിന്ന് കഴിക്കുന്നത് വരെ. അപ്പൊ ബാങ്ക് കേട്ടാൽ അപ്പൊ തന്നെ തുപ്പിക്കളയെന്നോ വായിൽ കൈയിട്ട് ഛർദിക്കൊന്നും വേണ്ട, ആവശ്യത്തിനുള്ളത് കഴിച്ചിട്ട് നിർത്തിയാൽ മതി എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസ് തഫ്സീർ തൊബരിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അബൂ ഉമാമയിൽ നിന്ന്. അതിങ്ങനെയാണ്: ഉഖീമത്തി സ്വലാത്ത് വൽ ഇനാഉ ഫി യദി ഉമർ ഖാല അശ്റബുഹാ യാ റസൂലല്ലാഹ്. നമസ്കാരത്തിന് ഇഖാമത്ത് വിളിച്ചു, വെള്ളപ്പാത്രം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഇരിക്കുകയാണ്, കുടിക്കാനുള്ള വെള്ളത്തിന്റെ പാത്രം. അപ്പോ ബാങ്ക് വിളിച്ച ഉടനെ വളരെ വൈകാതെ ഇഖാമത്ത് വിളിച്ചതാണോ എന്നറിയില്ല, ഏതായിരുന്നാലും അദ്ദേഹം ചോദിക്കാണ്, അശ്റബുഹാ യാ റസൂലല്ലാഹ്, റസൂലേ ഞാൻ ഇത് കുടിച്ചോട്ടെ? ഖാല നഅം, അതെ. ഫശരിബഹാ, അപ്പോൾ അദ്ദേഹം അത് കുടിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ബാങ്ക് കൊടുത്തിട്ട് തിന്നാ മതി, ബാങ്ക് കൊടുത്തിട്ട് എണീറ്റാ മതി എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആ പുസ്തകത്തിൽ ഞാനത് പറഞ്ഞിട്ട് അയാൾ എന്നെ വായിച്ചല്ലോ. പൊതുവേ റസൂലുള്ളാഹിന്റെ അത്താഴത്തിന്റെ പതിവ് ഇങ്ങനെയായിരുന്നു, സുബഹി ബാങ്കിന്റെ മുമ്പ് 50 ആയത്തോന്നിന് മുമ്പ് നിർത്തലായിരുന്നു. പക്ഷെ എപ്പോഴെങ്കിലും ഒന്ന് നിങ്ങൾ സമയം എണീറ്റ് വൈകിപ്പോയി എണീക്കാൻ, അങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയതെങ്കിൽ നിങ്ങളത് കഴിച്ചിട്ട് നോമ്പെടുത്താൽ മതി. നോമ്പ് ഒഴിവാക്കല്ല വേണ്ടത്, അല്ലെങ്കിൽ അത്താഴം ഒഴിവാക്കല്ല വേണ്ടത്. അത് റസൂൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം തൊബരി ഉദ്ധരിച്ച ഈ ഹദീസ് സഹീഹോ ലഈഫോ, ഇങ്ങനെ ഹദീസ് ഉണ്ടോ ഇല്ലേ, അത് പറയണം. അത് പറയാതെ പേരോട് എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ കുലുങ്ങിയത് കൊണ്ട് കാര്യമില്ല. അത് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ പേരോട് ഒറ്റ തടിതപ്പൽ തപ്പിയിരിക്കാണ്. ഇതാണ് ഇയാളുടെ തട്ടിപ്പ്. ഇതുപോലെ പ്രമാണങ്ങളുമായി തുറക്കേണ്ട രംഗങ്ങളിലൊക്കെ ഈ തരത്തിലുള്ള തട്ടിപ്പുകളുമായിട്ടാണ് ഈ മുസ്യാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്.